റീസെൻ്റ്ലി എന്നോട് എൻ്റെ ഒരു ക്ലയൻറ്റ് ചോദിച്ചു, അദ്ദേഹം കുറച്ച് നാളായിട്ട് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സ്പെസിഫിക് കോയിൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റും, വേറൊരു സ്പെസിഫിക് കോയിൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോസും ഉണ്ടായി. ഈ ഉണ്ടാക്കിയ ലോസ് ഈ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇന്ത്യയിൽ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസിന് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യാനോ പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനോ പറ്റുമോ? ഇന്ത്യയിൽ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസിന് വേണ്ടി പ്രത്യേക പ്രൊവിഷൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും സ്വാപ്പ് ചെയ്യുവാണെങ്കിലും ഗിഫ്റ്റിംഗ് ആണെങ്കിലും ഈ പ്രൊവിഷൻ്റെ കീഴിൽ അത് ഇൻക്ലൂഡ് ചെയ്യപ്പെടും. സോ വെൽക്കം ബാക്ക് ടു ടാക്സ് ടെയിൽസ് ബൈ ACS. ഇന്ന് നമ്മൾ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് ഇന്ത്യയിൽ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, നിങ്ങൾ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായാൽ ആ പ്രോഫിറ്റ് എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, TDS പ്രൊവിഷൻ എങ്ങനെയാണ് ഈ ട്രേഡിങ്ങിൽ വരുന്നത്, നിങ്ങൾക്ക് ഇൻ കേസ് ഗിഫ്റ്റായിട്ട് ക്രിപ്റ്റോ കോയിൻ കിട്ടുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് ടാക്സിബിലിറ്റി വരുന്നത് എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ക്രിപ്റ്റോ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഒരു വിർച്വൽ കോയിൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മണി എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരിക്കും. സോ എക്സാക്ട്ലി എന്താണ് ക്രിപ്റ്റോ കറൻസി? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ക്രിപ്റ്റോഗ്രഫി ഉപയോഗിച്ച് വളരെ സെക്യൂറായി ഗവൺമെൻറ്റോ ബാങ്കുകളോ പോലുള്ള ഏജൻസികളില്ലാതെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. ഇതിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ആദ്യത്തെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നോഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ലെഡ്ജർ പോലെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് വളരെ സെക്യൂറായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും ടാമ്പർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് സെക്യൂർ ചെയ്യപ്പെടുന്നു. മൂന്നാമത്തേന്ന് പറയുന്നത് ഇത് എൻക്രിപ്റ്റഡ് ആണ്. നാലാമത്തേന്ന് പറയുന്നത് ഇത് പിയർ ടു പിയർ ട്രാൻസാക്ഷൻസ് ആണ്. അതായത് യൂസേഴ്സ് തമ്മിലാണ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽ മാൻ ഇല്ല. അതായത് ബാങ്കുകളോ ഗവൺമെൻറ് ഏജൻസികളോ അങ്ങനെ ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നില്ല. ഏറ്റവും അവസാനത്തേന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസീസിന് ലിമിറ്റഡ് സപ്ലൈ ആയിരിക്കും. ഈ ലിമിറ്റഡ് സപ്ലൈ ആണ് പലപ്പോഴും ഇതിൻ്റെ പ്രൈസ് പുഷ് ചെയ്യാൻ സഹായിക്കുന്നത്. ബിറ്റ് കോയിൻ എന്ന് കേട്ടാൽ അറിയാത്തവർ വളരെ കുറവായിരിക്കും. പക്ഷെ ക്രിപ്റ്റോ വേൾഡിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അറിയാത്തതും വലുതുമായിട്ടുള്ള കോയിൻസ് കുറേയുണ്ട്. ബിറ്റ് കോയിൻ ആണ് ആദ്യത്തേത് വളരെ ഫേമസുമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി. അത് 2009 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡീസെൻട്രലൈസേഷൻ അതാണ് ഇതിനെ ഭയങ്കരമായിട്ട് ഫേമസ് ആക്കിയത്. അതേപോലെയുള്ള ഒരു ജയൻ്റാണ് എത്തേറിയം. എത്തേറിയത്തിലാണെങ്കിൽ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ഉള്ള ആപ്ലിക്കേഷൻസ്, സ്മാർട്ട് കോൺട്രാക്ട്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബൈനാൻസ് കോയിന്, ഡോജി കോയിൻ, സൊലാന, XRP ഇങ്ങനെയുള്ള പല വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഉള്ള കോയിനുകൾ ക്രിപ്റ്റോ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നൗ ക്രിപ്റ്റോ എന്തിന് യൂസ് ചെയ്യുന്നു? പലർക്കും ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും മാത്രമാണ് ക്രിപ്റ്റോ യൂസ് ചെയ്യുന്നതാണ് വിചാരം. എന്നാൽ അതല്ല, ക്രിപ്റ്റോയ്ക്ക് പല വലിയ യൂസസ് ഉണ്ട്. അതായത് നമുക്ക് ഓൺലൈൻ പർച്ചേസസ് ചെയ്യാം, ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫേഴ്സ് ക്രിപ്റ്റോ യൂസ് ചെയ്യാം. അതേപോലെ എത്തേറിയം പോലുള്ള പ്ലാറ്റ്ഫോംസിലാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പിന്നെ NFTs അതായത് ഡിജിറ്റൽ ആർട്ട്, മ്യൂസിക്, കളക്റ്റബിൾസ് ഇതെല്ലാം നമുക്ക് ക്രിപ്റ്റോ വെച്ച് ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റേക്കിംഗ്. അതായത് കോയിൻസ് നമുക്ക് ലോക്ക് ചെയ്തിട്ട് പാസീവ് ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ക്രിപ്റ്റോ മുഖാന്തരം ചെയ്യാൻ പറ്റും. സോ ക്രിപ്റ്റോ ഈസ് നോട്ട് ജസ്റ്റ് എ സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഓൾറെഡി ടെക്നോളജിയും ഫിനാൻസുമായി കണക്ട് ചെയ്യുന്ന ഒരു റെവല്യൂഷനാണ്. ഏപ്രിൽ 1, 2022 മുതൽ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ക്രിപ്റ്റോ കറൻസീസിനെ വിർച്വൽ ഡിജിറ്റൽ അസറ്റ് അഥവാ VDA എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ സെക്ഷൻ 247A പ്രകാരം എന്തൊക്കെയാണ് ഈ VDAയിൽ ഉൾപ്പെടുന്നത്? ബിറ്റ് കോയിൻ, എതേറിയം പോലുള്ള ക്രിപ്റ്റോ കറൻസീസും NFTs കൂടാതെ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള മറ്റ് ഡിജിറ്റൽ അസറ്റ്സ് എല്ലാം ഈ വിർച്വൽ ഡിജിറ്റൽ അസറ്റിൽ പെടും. പക്ഷെ ഈ ലോ പ്രകാരം ചിലത് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. CBDC അതായത് ഡിജിറ്റൽ റുപ്പി, ഗിഫ്റ്റ് കാർഡ്സ്, ലോയൽറ്റി പോയിന്റ്സ് എന്നിവ ഇതിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട കാര്യങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടാക്സ് പ്രൊവിഷൻ ബാധകമല്ല. സോ ഏപ്രിൽ 2022 മുതൽ ക്രിപ്റ്റോ കറൻസീസിനെ പറ്റി ഇന്ത്യയിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ലോ പ്രിവെയിൽ ചെയ്യപ്പെടുന്നുണ്ട്. ക്രിപ്റ്റോയിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ കട്ട് ചെറുതല്ല. അതായത് സെക്ഷൻ 115 BBH പ്രകാരം
ക്രിപ്റ്റോയിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അതിൻ്റെ 30% ടാക്സേഷനാണ് ഇന്ത്യയിൽ വരുന്നത്. റൂൾസ് കുറച്ച് ടഫാണ്. അതായത് നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലാതെ വേറൊരു ഡിഡക്ഷനും അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നതല്ല. അതേസമയം നിങ്ങൾ ക്രിപ്റ്റോയിൽ ലോസ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, ഈ ലോസ് മറ്റൊരു ഇൻകത്തിലോ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായെങ്കിൽ അതിലോ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് ഗവൺമെൻറ് കട്ടെടുക്കുകയും ലോസ് ഉണ്ടാക്കിയാൽ അത് നിങ്ങൾ സ്വന്തം പെയർ ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഇവിടെ മറ്റൊരു റൂൾ കൂടി ആപ്ലിക്കബിൾ ആണ്. അതായത് സെക്ഷൻ 194S TDS ഓൺ ക്രിപ്റ്റോ. അതായത് നിങ്ങൾ ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 1% TDS ബയർ ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് സ്പെസിഫൈഡ് പേഴ്സൺസിന് 50,000 അല്ലാതുള്ളവർക്ക് 10,000 പെർ ഇയർ ആണ്. സോ ഇതിപ്പോൾ നിങ്ങൾ ഇന്ത്യൻ റുപ്പി ടു ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുകയാണെങ്കിലും ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ, അതായത് നിങ്ങൾ ബിറ്റ് കോയിൻ കൊടുത്തിട്ട് എതേറിയം വാങ്ങുക, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിലും TDS എന്തായാലും കട്ട് ചെയ്തിരിക്കും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ ക്രിപ്റ്റോയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ 30% പിന്നെ TDS ആയി 1% ഗവൺമെൻറ് ആദ്യമേ കട്ട് ചെയ്തിരിക്കും. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആരെങ്കിലും ക്രിപ്റ്റോ തന്നെന്ന് വിചാരിക്കും, നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ, അതിനും ടാക്സേഷൻ വരും. അതായത് സെക്ഷൻ 56 സബ്സെക്ഷൻ 210 പ്രകാരം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിപ്റ്റോ കിട്ടുകയോ മാർക്കറ്റ് വാല്യൂയിൽ താഴെ കിട്ടുകയോ ചെയ്താൽ ആ വന്ന വാല്യൂ 50,000 മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ എത്രയാണോ നിങ്ങളുടെ സ്ലാബ് റേറ്റ് അതിന് പ്രകാരം ടാക്സേഷൻ വരും. സോ ഗിഫ്റ്റായിട്ട് ക്രിപ്റ്റോ കിട്ടിയെന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ട, അതിനെന്തായാലും ടാക്സേഷൻ വരും. അടുത്തതായി ഇതെങ്ങനെയാണ് നമുക്ക് ഇൻകം ടാക്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. അതായത് ഏപ്രിൽ 2022 ശേഷം ITR ക്രിപ്റ്റോ കറൻസീസ് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അസസ്മെൻറ്റ് ഇയർ 2023-24 മുതൽ ഇൻകം ടാക്സ് റിട്ടേണുകളിൽ വിർച്വൽ ഡിജിറ്റൽ അസറ്റിൻ്റെ കീഴിൽ ഇത് ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾ അക്വിസിഷൻ ഡേറ്റ്, ട്രാൻസ്ഫർ ഡേറ്റ്, ഹെഡ്വേസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഗെയിന്, കൺസിഡറേഷൻ റിസീവ്ഡ് എല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കണം. ട്രാൻസ്പെറൻ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രൂട്ടിന് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഒരു ക്വിക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് നിങ്ങൾ 2 ലക്ഷം രൂപയ്ക്ക് ബിറ്റ് കോയിൻ വാങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങളത് 3,20,000 രൂപയ്ക്ക് വിറ്റു. 1,20,000 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. അതിൻ്റെ 30%, അതായത് 36,000 രൂപയായിരിക്കും നിങ്ങൾക്ക് വരുന്ന ടാക്സിബിലിറ്റി. അതിൻ്റെ കൂടെ 4% സെസ് ഉണ്ടാവും. സെസ് എന്ന് പറയുന്നത് 1,440 രൂപ. 36,000 പ്ലസ് 1,440 രൂപ 37,440 രൂപയായിരിക്കും നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ സെയിൽ ചെയ്ത ട്രാൻസാക്ഷൻ, അതായത് 3,20,000 രൂപയുടെ 1% ആയിട്ടുള്ള 3,200 രൂപ TDS ബയർ ഡിഡക്റ്റ് ചെയ്ത് നിങ്ങളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നിങ്ങൾ പിന്നീട് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റ് ടാക്സ് ലയബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഇതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ക്രിപ്റ്റോ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, പക്ഷേ ഇന്ത്യയിലെ ക്രിപ്റ്റോ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോ നിങ്ങൾ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പല സ്കാമുകളുണ്ട്, അതിൽ പോയി പെടാതെ ഇരിക്കുക. സോ സ്റ്റേ ഇൻഫോംഡ്, സ്റ്റേ കംപ്ലൈൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ് സ്മാർട്ട്. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് ടു ടാക്സ് ഡീൽസ് ബൈ SES. താങ്ക് യു.